മാധ്യമ സ്വാതന്ത്ര്യം ഇനി താഴാനില്ല. ഇക്കൊല്ലത്തെ മാധ്യമ സ്വാതന്ത്ര്യ സൂചിക പ്രസ് ഫ്രീഡം ഇൻഡെക്സ് പുറത്തു വന്നു. റിപ്പോർട്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സ് RSF എന്ന സംഘടന പ്രസിദ്ധപ്പെടുത്തിയ സൂചിക ശുഭവാർത്തയല്ല. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ മാധ്യമ സ്വാതന്ത്ര്യം അതിഗുരുതരാവസ്ഥയിലാണെന്ന് സൂചിക പറയുന്നു. രോഗശയ്യയിലാണ് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം. 180 രാജ്യങ്ങളുടെ കൂട്ടത്തിൽ 157-ാം സ്ഥാനത്തോളം പിറകോട്ടെത്തിയിരിക്കുന്നു ഇന്ത്യ. കഴിഞ്ഞ വർഷം 151-ാം സ്ഥാനത്തായിരുന്നു. ഇപ്പോൾ 6 സ്ഥാനം ഇടിഞ്ഞ് 157-ൽ. 1, 2, 3 സ്ഥാനത്ത് പൂർണ്ണ മാധ്യമ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന രാജ്യങ്ങളായി ഉള്ളത് നോർവേയും നെതർലൻഡ്സും എസ്റ്റോണിയയും. ഏറ്റവും മോശം രാജ്യങ്ങൾ എറിത്രിയയും ഉത്തര കൊറിയയും ചൈനയും. For the 10th consecutive year, Norway remains at the top of the index. Conversely, Eritrea remains at the bottom. ലോകത്ത് മൊത്തം തന്നെ മാധ്യമ സ്വാതന്ത്ര്യത്തിൽ ഇടിവുണ്ടെന്ന് RSF ചൂണ്ടിക്കാട്ടുന്നു. അതിന് കൃത്യമായ കാരണങ്ങൾ പറയുന്നുണ്ട്. മാധ്യമങ്ങൾക്ക് നേരെ അക്രമം, കുത്തകവൽക്കരണം, രാഷ്ട്രീയ പക്ഷപാതിത്വം തുടങ്ങിയവ മോദി ഭരണത്തിൽ വർദ്ധിക്കുന്നു. ഇതാകട്ടെ വർഷം തോറും കൂടുതൽ മോശമാകുന്നുമുണ്ട്. കഴിഞ്ഞ പതിറ്റാണ്ടിൽ മൊത്തം 24 സ്ഥാനം ഇടിഞ്ഞു. 2016-ൽ 133-ാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ. 19ഓടെ 140-ലെത്തി. 22-ൽ 150-ലേക്ക്. കഴിഞ്ഞ കൊല്ലം 151. ഇക്കൊല്ലം 157. ഏറ്റവും മോശമായ അവസ്ഥ സൂചിപ്പിക്കുന്ന അതിഗുരുതരം വെരി സീരിയസ് എന്ന ഗണത്തിലാണ് ഇപ്പോൾ ഇന്ത്യയുള്ളത്. ഇതിലും താഴെ ഒരു വിഭാഗമില്ല. അടിച്ചമർത്തൽ, തടവിലിടൽ, വിവരം തടയൽ എല്ലാമുണ്ട്. മോശം അയൽക്കാരുടെ കൂട്ടത്തിൽ പോലും വളരെ മോശം എന്ന പദവിയിൽ. ഇത്ര തന്നെ മോശമല്ലെങ്കിലും ലോകത്തൊട്ടാകെ മാധ്യമ സ്വാതന്ത്ര്യം കുറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ലോകം മുഴുവനായി മാധ്യമ സ്വാതന്ത്ര്യം ഇത്രത്തോളം ഇടിയുന്നത്. പകുതിയിലേറെ നാടുകളിലും സ്വാതന്ത്ര്യം നന്നേ കുറഞ്ഞു. ചരിത്രത്തിൽ ആദ്യമാണിങ്ങനെ. ഒരു തിരിഞ്ഞു നടത്തം അത്യാവശ്യമായിരിക്കുന്നു. നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യത്തിൻ്റെ വീണ്ടെടുപ്പ് അത്യാവശ്യമായിരിക്കുന്നു. കാരണം മാധ്യമ സ്വാതന്ത്ര്യം ജനാധിപത്യത്തിൻ്റെ അവശ്യ ഘടകമാണ്. മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ ജനാധിപത്യമില്ല എന്ന് തന്നെയാണ് അർത്ഥം. അത് തിരിച്ചു പിടിക്കാൻ പൊതുസമൂഹത്തിന് കഴിയണം.